ഇന്ത്യൻ 2020 ടീമിൽ അനിഷേധ്യനായി. IPL-ൽ ചെന്നൈയിലേക്കുള്ള വരവിനെ ഇതിനോടകം നീതീകരിച്ചു. അങ്ങനെ സഞ്ജു സാംസൺ തൊട്ടതെല്ലാം പൊന്നാക്കിയ വർഷമാണ് 2026. പക്ഷേ സഞ്ജുവിന് മുന്നിൽ ഒരു ആഗ്രഹം കൂടി പൂർത്തീകരിക്കാനുണ്ട്. അപൂർണമായൊരു സ്വപ്നം. മറ്റൊന്നുമല്ല, ഏകദിന ടീമിലേക്കുള്ള മടങ്ങിവരവാണത്. ഒഫീഷ്യലായുള്ള സ്ഥിരീകരണമില്ലെങ്കിലും സഞ്ജു ഏകദിന ടീമിലേക്ക് മടങ്ങിവരുമെന്ന വാർത്തകൾ കുറച്ച് ദിവസങ്ങളായി അന്തരീക്ഷത്തിലുണ്ട്. നിലവിൽ KL രാഹുലാണ് ഏകദിനത്തിൽ ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ. തൽക്കാലം രാഹുലിൻ്റെ സ്ഥാനത്തിന് ഭീഷണിയില്ല. രാഹുൽ IPL-ലും ഫോമിൽ തന്നെയാണ്. എന്നാൽ ഇന്ത്യൻ ഏകദിന ടീമിൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ എന്ന സ്ഥാനവും ഉണ്ടാകാറുണ്ട്. പൊതുവെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഋഷഭ് പന്തിനാണ് ആ റോൾ. രാഹുൽ ഉള്ള സ്ഥിതിക്ക് പന്തിന് 11-ൽ അവസരം കിട്ടാറില്ല, പക്ഷേ ടീമിൽ ഉണ്ടാകാറുണ്ട്. സത്യത്തിൽ ഗൗതം ഗംഭീർ ഇന്ത്യൻ പരിശീലകനായി ചുമതലയേറ്റ ശേഷം സഞ്ജുവിൻ്റെ കരിയറിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും മറന്നുപോയൊരു മാറ്റം. സഞ്ജു സാംസൺ T20 ടീമിൽ ഇല്ലാതിരിക്കുകയും എന്നാൽ അതേസമയം ഏകദിന ടീമിൽ കിട്ടുന്ന അവസരങ്ങളിൽ മിന്നുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും 2023-ൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബോളണ്ട് പാർക്കിൽ സെഞ്ചുറി അടിച്ചതോടെ സഞ്ജു ഏകദിന ടീമിൽ സ്ഥാനമുറപ്പിക്കുമെന്നായിരുന്നു പരക്കെയുള്ള വിശ്വാസം. 2023 ഡിസംബറിലായിരുന്നു അത്. എന്നാൽ പിന്നീട് ഇന്ത്യൻ ടീം 6 മാസത്തോളം ഏകദിനം ഒന്നും കളിച്ചില്ല. പിന്നീട് 2024 ജൂൺ ആയപ്പോഴേക്കും ദ്രാവിഡ് കോച്ചിങ് സ്ഥാനത്ത് നിന്ന് മാറി. പകരം വന്ന ഗംഭീറാകട്ടെ സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്ന് മാറ്റി 2020 ടീമിലേക്കാണ് പരിഗണിച്ചത്. തിരിച്ച് പന്തിനെ ഏകദിന ടീമിലേക്കും വിളിച്ചു. അന്ന് വലിയ വിമർശനം കേട്ട തീരുമാനമായിരുന്നു അത്. കാരണം അന്ന് സഞ്ജുവിൻ്റെ ഏകദിന ആവറേജ് 56 പക്ഷേ അതൊരു ദീർഘവീക്ഷണമുള്ള തീരുമാനമായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. T20 ഫോർമാറ്റിൽ ഗംഭീർ അർപ്പിച്ച വിശ്വാസം സഞ്ജു കാക്കുകയും ചെയ്തു. സഞ്ജുവിനെ ഒരു പ്യുവർ അഗ്രസീവ് ബാറ്ററായി T20-ൽ വളർത്തിയെടുക്കുക എന്നതായിരുന്നു ഗംഭീറിൻ്റെ ലക്ഷ്യം. പക്ഷേ ഏകദിന ലോകകപ്പ് അടുത്തിരിക്കെ സഞ്ജുവിൻ്റെ നിലവിലെ ഫോം ഗംഭീറിനെയും അഗർക്കറെയുമെല്ലാം മാറ്റി ചിന്തിപ്പിക്കുന്നു എന്നാണ് വാർത്തകൾ പറയുന്നത്. 2027 ഏകദിന ലോകകപ്പാണ് ഇനി ഇന്ത്യൻ ടീമിൻ്റെ ലക്ഷ്യം. ആ ടീമിനെ ഒരുക്കിയെടുക്കാനുള്ള പണികൾ ഇന്ത്യൻ ക്യാമ്പ് ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യക്ക് അടുത്ത കാലങ്ങളിലായി ഏകദിനങ്ങളിൽ മികച്ച റെക്കോർഡല്ല ഉള്ളത്. ന്യൂസിലാൻഡിനോട് നാട്ടിലും ഓസീസിനോട് മറുനാട്ടിലും ഏകദിന പരമ്പര തോറ്റിട്ട് അധിക കാലമായിട്ടില്ല. കൂടാതെ ലോകകപ്പ് ലക്ഷ്യമിട്ട് ഇന്ത്യ കൂടുതൽ ഏകദിന മത്സരങ്ങൾ കളിക്കുന്നുമുണ്ട്. ജൂണിൽ അഫ്ഗാനെതിരെ ഇന്ത്യയിൽ വെച്ച് 3 ഏകദിനങ്ങൾ കളിക്കും. ശേഷം ജൂലൈയിൽ ഇംഗ്ലണ്ടിനെതിരെ എവേ സീരീസും കളിക്കാനുണ്ട്. ഈ പരമ്പരകൾക്കുള്ള ടീമിൽ പന്തിനേക്കാൾ മുൻതൂക്കം സഞ്ജുവിനാണെന്ന് BCCI വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ടെസ്റ്റിൽ അനിഷേധ്യനായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഋഷഭ് പന്തിന് ഇനിയും വൈറ്റ് ബോളിൽ പേര് പതിപ്പിക്കാനായിട്ടില്ല. ലഖ്നൗ നായകനായ പന്ത് IPL-ൽ 8 മത്സരങ്ങളിൽ നിന്ന് വെറും 27 ആവറേജിൽ 189 റൺസ് മാത്രമാണ് നേടിയത്. ഫിറ്റ്നസ്സിലും പ്രശ്നമുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തോന്നിപ്പിക്കുന്നു. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ പന്തിനേക്കാൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സഞ്ജുവിന് കഴിയുമെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് വിളിച്ചു പറയുന്നു. 16 ഏകദിനങ്ങളിൽ നിന്ന് 510 റൺസുള്ള സഞ്ജുവിൻ്റെ ആവറേജ് 56 മുകളിലാണ്. ഏറ്റവും അവസാനം കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറിയുമുണ്ട്. 31 ഏകദിനം കളിച്ച പന്തിൻ്റെ ആവറേജ് വെറും 33 എന്നോർക്കണം. എന്നാൽ വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷനിൽ സഞ്ജുവിനോളം അർഹതയുള്ള ഒരാൾ കൂടിയുണ്ട്. മറ്റാരുമല്ല, ഇഷാൻ കിഷൻ. സഞ്ജുവിൻ്റേതുപോലെ കരിയർ ബെസ്റ്റ് ഫോമിലാണ് കിഷനും ബാറ്റ് ചെയ്യുന്നത്. ഇടങ്കയനായതും കിഷന് പന്തുവിനെ റീപ്ലേസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നു. ഒരിടവേളയിൽ ഇന്ത്യൻ ഏകദിന ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന കിഷൻ 27 ഏകദിനങ്ങളിൽ നിന്നും 42 ആവറേജിൽ 933 റൺസ് അടിച്ചിട്ടുണ്ട്. തിലകക്കുറിയായി ഒരു ഡബിൾ സെഞ്ചുറിയുമുണ്ട്. എങ്കിലും കൂടുതൽ ആങ്കറിംഗ് ഇന്നിങ്സ് കളിക്കാനാകുമെന്നത് സഞ്ജുവിൻ്റെ പ്ലസ് പോയിൻ്റാണ്. 2027 ലോകകപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരു ലോങ് ടൈം പ്ലാനിൽ സഞ്ജുവിനെ ഒരു ഓപ്പണിംഗ് ഓപ്ഷനായി കൂടി ഗംഭീർ കാണുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി അതല്ല, വലങ്കയൻ ബാറ്റർമാർ നിറഞ്ഞു നിൽക്കുന്ന ടീമിലേക്ക് ഇഷാൻ കിഷനെ വിളിക്കുമോ എന്നും കണ്ടറിയണം. സഞ്ജുവിന് ഒരു മികച്ച ഏകദിന ബാറ്ററാകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏകദിനത്തിൽ മിഡിൽ ഓർഡറിൽ കളിക്കുന്ന ഒരാൾക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും സഞ്ജുവിനുണ്ട്. പ്രത്യേകിച്ചും സ്പിന്നിനെതിരെ നന്നായി കളിക്കാനാകും. കൂടാതെ കൃത്യമായ ഗ്യാപ്പുകൾ കണ്ടെത്താനും സിംഗിളുകൾ എടുക്കാനും വലിയ സിക്സറുകൾ പറത്താനും സഞ്ജുവിനാകും. മിഡിൽ ഓർഡറിൽ സഞ്ജുവിനോളം ഇമ്പാക്റ്റ് കിഷൻ ഉണ്ടാക്കാനാകുമെന്ന് കരുതുന്നില്ല. ടോപ്പ് ഓർഡറിൽ ഒരു പരീക്ഷണത്തിന് തൽക്കാലം ഇന്ത്യ തയ്യാറാകുമെന്നും തോന്നുന്നില്ല. കാരണം രോഹിത്, ഗിൽ, കോഹ്ലി എന്നിവരുടെ സ്പോട്ട് അവിടെ ഉറപ്പാണ്. പരിക്കുകളോ അപ്രതീക്ഷിത വിരമിക്കലുകളോ ഉണ്ടായാൽ മാത്രമേ മറിച്ച് സംഭവിക്കൂ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏകദിന സെഞ്ചുറി നേടി ഋതുരാജ് ഗെയ്ക്വാദ് ആഭ്യന്തര ക്രിക്കറ്റിൽ വിക്കറ്റ് കീപ്പർ ആകുന്നയാളാണ് എന്നതും കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. 31 വയസ്സ് പിന്നിട്ട സഞ്ജുവിന് എല്ലാം തിരിച്ചുപിടിക്കാനുള്ള അവസരങ്ങൾ ഒന്നൊന്നായി മുന്നിലെത്തുകയാണ്. നല്ല കാലം ബെഞ്ചിലും ടീമിന് പുറത്തുമായി തള്ളി നീക്കിയ അദ്ദേഹത്തിന് എല്ലാം തിരിച്ചുപിടിക്കാനാകട്ടെ എന്ന് ആശംസിക്കാം.